ഹരി, ഹരി, അമ്മേ, അമ്മേ. സുജാതയുടെ അടുത്തുനിന്ന് വരിക ഞാൻ. പേടിക്കണ്ട, വാതിൽ തുറന്നോളൂ. ആരാ? സംശയിക്കണ്ട, സുജാത പറഞ്ഞയച്ചതാ. ഞങ്ങളെ ഇനി ഉപദ്രവിക്കാനാണെങ്കിൽ വാതിൽ ചവിട്ടി പൊളിച്ചോളൂ. എന്തു കുറ്റം ചെയ്തിട്ടാ ഈ കുഞ്ഞിനെ എങ്ങനെ ചെയ്തത്? അമ്മേ, എല്ലാം എനിക്കറിയാം. സംസാരിച്ചു കേൾക്കാൻ സമയമില്ല. സുജാതയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സാധനം ഈ വീട്ടിനകത്തുണ്ട്. അതെടുക്കാനാ ഞാൻ വന്നത്. അത് എത്രയും പെട്ടെന്ന് സുജാതയുടെ കയ്യിലെത്തണം. എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. വിശ്വസിച്ചേ പറ്റൂ. നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ. ദയവായി വാതിൽ തുറക്കൂ. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം പറയാം. അച്ഛന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതിന്റെ താഴെയുള്ള ടേബിളിൽ ചില്ലറ ഇടുന്നൊരു കൊടുക്കയില്ലേ, അതിനകത്താണത്. എന്റെ മോളെവിടെ? സുജാത ഒരു കുഴപ്പമില്ല, സുരക്ഷിതയുടെ അടുത്തുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് വന്നാ സുജാതയുടെ ജീവൻ വരെ അപകടത്തിലാവും. അമ്മേ, വളരെ കുറച്ച് സമയമുള്ളൂ. ആ കൊടുക്കകത്തൊരു താക്കോലുണ്ട്, അതെടുത്താൽ എനിക്ക് പോവാം. ആൺകുട്ടികൾ ഇങ്ങനെയാ വേണ്ടത്. അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ട കാര്യമല്ലേ. പൊട്ടിക്കട്ടെ. ഇതാണ്. ക്ഷമിക്കണം, എനിക്ക് രക്ഷപ്പെട്ടു നോക്കൂ. പ്രൊഫസറെ, പ്രൊഫസറെ, ആള് വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അവന്മാര് പ്രാന്തെടുത്ത് പരക്കം പായിയ. ഇതല്ലേ അതെ. സുജാത ചെല്ലുന്നുള്ള പ്രതീക്ഷയില് അവന്മാര് വീടിന്റെ പരിസരത്ത് തന്നെ കിടന്ന് കറങ്ങുക. വാൻ മുറ്റത്തെത്തിയപ്പോ മതിലടി ഓടുകയായിരുന്നു ഞാൻ. അമ്മയ്ക്ക് ആദ്യം സംശയമായിരുന്നു. അമ്മയെ ഹരിയും പേടിച്ചു ഉരുവായിരിക്കും.